guys, നമ്മൾ ഇത്രയും ദിവസം ചെയ്ത കടലക്കറി, ബീഫ് കറി, അങ്ങനത്തെ മുട്ടക്കറി, അങ്ങനത്തെ കാര്യങ്ങളല്ലേ, അങ്ങനത്തെ ആ കറികളൊക്കെ ആയിട്ട് ഇന്ന് പുതിയ ഐറ്റമായി വന്നേക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് അടിപൊളി മട്ടൻ കറിയായിട്ട് നമ്മളിത് വന്നേക്കാം. അങ്ങനെ നമുക്കൊരു കിച്ചണിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താൻ മട്ടൻ, നമ്മൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എടുത്ത പേസ്റ്റ്, പട്ട, ഗ്രാമ്പു, ഉള്ളി, സവാള, മല്ലിയില, വേപ്പില, ഇറച്ചി മസാല, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇതൊക്കെയാണ് മട്ടൻ കറിയിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. ഒരു കുക്കർ എടുക്കുക, അത് ഗ്യാസ് എത്തിക്കുക. കുക്കർ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു ഇടാം. അതൊന്ന് ഇനി മിക്സ് ആക്കാം. ഇനി നമുക്കൊന്ന് ഉള്ളി ഇടാം. ഉള്ളി 2 പീസാക്കി വെച്ചേക്കുന്നതാണ് ഞങ്ങള്. ഒന്ന് മിക്സ് ആക്കാം. നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കാം. ഉള്ളിയും സവാളയും നമുക്ക് ഒന്ന് വാടി വരട്ടെ. ഒന്ന് 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ. ആ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച പേസ്റ്റ് ഒന്ന് ഇട്ടെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. കളർ ഒന്ന് മാറി വഴന്ന് വരട്ടെ. നമുക്ക് വേപ്പില ഇടാം. നമുക്ക് മല്ലിപ്പൊടി ഇടാം. സവാളയും ഉള്ളിയും മസാലയും എല്ലാം മിക്സ് ആയി വരട്ടെ. നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടി മതി. നമുക്കൊന്ന് മിക്സ് ആക്കാം. നമുക്ക് മുളക് പൊടി ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എല്ലാ മസാല ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി നമുക്ക് അതിലേക്ക് മസാല പൗഡർ ഇടാം. ഇറച്ചി മസാല ഇടാം. സവാളയും എല്ലാം മസാലയിൽ നിന്ന് പിടിച്ചു വരട്ടെ. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒന്ന് മിക്സ് ചെയ്തേക്ക് നമുക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമുക്ക് മിക്സ് ആയ ശേഷം അതിലേക്ക് മട്ടൻ ഇടാം. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മട്ടൻ ഇട്ടിട്ടുണ്ട്. മട്ടൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് മട്ടൻ ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഞങ്ങളതിൽ അരച്ച് വെച്ച ഇതിൻ്റെ വെള്ളം ഇരിപ്പുണ്ടായി. അപ്പോൾ ഞങ്ങൾ 1/2 ഗ്ലാസ് ആ വെള്ളം ഒഴിച്ച് ഇനി ഒന്ന് മിക്സ് ആക്കാം. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. മസാല മട്ടനിലേക്ക് നിന്ന് പിടിച്ച് വരട്ടെ. ഇനി നമുക്ക് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ.
ഉപ്പ് കറക്റ്റ് അല്ലാന്ന് ഞങ്ങളുടെ ഉപ്പ്. അപ്പം ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കണ്ടേ, ഇച്ചിരി വേപ്പിലയും. കുക്കറിന് മൂടി വെക്കാം. അപ്പോൾ കുക്കർ ഒരു 4 വിസിൽ അടിക്കുമ്പോൾ നമ്മുടെ മട്ടൻ റെഡിയായി വരും. ഓക്കെ ആയിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റായി വരട്ടെ. നമുക്ക് ഇച്ചിരി വേപ്പിലിടാം അതിലേക്ക്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ബ്രൗൺ കളറായി വരും. 5 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രൗൺ കളറായി വരും. അപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഒഴിച്ചെടുക്കാം മട്ടൻ, നമ്മുടെ വേവിച്ച് വെച്ച മട്ടൻ. അപ്പം നന്നായിട്ട് തിളച്ച് തന്നെ ഉണ്ടോ നിങ്ങൾ, നല്ല ബബിൾസൊക്കെ വന്നത്. ഞങ്ങൾക്കൊന്ന് മിക്സ് ആക്കാം. ഇനി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റായത്. ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കാൻ, പത്തിരിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. പത്തിരിയും ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടി നമുക്കിത് കഴിക്കാം. 5 മിനിറ്റ് അങ്ങനെ ഇട്ട് ഒന്ന് ചാറൊക്കെ ഒന്ന് പറ്റി വരട്ടെ. നമുക്ക് അതിലേക്ക് വേപ്പിലിടാം, മല്ലിയിലും വേപ്പിലയും ഇടാം. അപ്പം അതിൻ്റെ ഫ്ലേവറും കൂടി ഒന്ന് വരട്ടെ. ഞങ്ങൾക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓക്കേ.